സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ. സുഖമാണോ? എന്തായാലും കൂനമ്മാവ് കൺവെൻഷന് വരാത്തവരോട് ഞാൻ കൂട്ടുകെട്ടി. വിദേശ രാജ്യങ്ങളുള്ളവരും പിന്നെ കേരളത്തിൻ്റെ കാസർഗോഡ് ആ ഭാഗത്തേക്കുള്ളവർ അവരൊക്കെ ക്ഷമിച്ചിരിക്കുന്നു. എന്നാലും നിങ്ങൾ എറണാകുളം അല്ലേ, ഈ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, അതേപോലെ തന്നെ ബസ് പോയതിൻ്റെ സ്വരമാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ കോട്ടയം അല്ലേ, ഈ ഏരിയയിലൊക്കെ ഉള്ളവർക്ക് പാല, ആ ഏരിയയിലൊക്കെ ഒരുപാട് പേർക്ക് തൊടുപുഴ, അതിലൊക്കെ എല്ലാവർക്കും വരാവുന്നതാണ്. പ്രൈസല്ലോ. തൃശ്ശൂരുകാർക്ക് ഉറപ്പായിട്ടും വരാം. പിന്നെ ഒരു ദിവസം ഇങ്ങനെ വന്നിട്ട് പോകണ്ടേ. പ്രൈസല്ലോ. ഹല്ലേലൂയ. എന്തായാലും സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും ശിരസിൽ കരങ്ങൾ വെച്ച് കൺവെൻഷൻ സമാപനത്തിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അവസാനത്തേക്ക് നോക്കിയിരിക്കരുത്, നേരത്തെ വരണം. സാക്ഷ്യം പറയാനൊക്കെ ആഗ്രഹിക്കുന്നവർ നേരത്തെ വരണം കേട്ടോ. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള സഹോദരൻ, ഇന്നൊരു കാര്യം ഞാൻ കൺവെൻഷൻ വേണ്ടി നന്മ പറഞ്ഞു ചെല്ലിയാലോ, വന്നില്ലേലും വേണ്ടിയാലോ അങ്ങ് പ്രാർത്ഥിച്ചാലോ. നന്മ നിറഞ്ഞ മറിയാമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തിരക്കുള്ള നിയമാവർത്തനം 7:7 ഡ്യൂട്ടറോണമി ചാപ്റ്റർ 7:7 വചനം വെളിപ്പെടുത്തുകയാണ്. ഇതാണ് വചനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് തലക്കെട്ട് പറയാം, എന്താണ് കർത്താവ് നമ്മളെ തിരഞ്ഞെടുക്കാൻ കാരണം? അതിന് കാരണം പറയാണ്, കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും നിങ്ങളെ തിരഞ്ഞെടുത്തതും നിങ്ങൾ മറ്റെല്ലാ ജനതകളെക്കാൾ എണ്ണത്തിൽ കൂടുതലായിരുന്നത് കൊണ്ടല്ല, പിന്നെയോ മറ്റെല്ലാ ജനതകളെക്കാളും എണ്ണത്തിൽ നിങ്ങൾ കുറവായിരുന്നു. അതുകൊണ്ട് കർത്താവ് തിരഞ്ഞെടുത്തു. നിയമാവർത്തനം 7:7 വചനമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എണ്ണത്തിൽ നിങ്ങൾ കുറവായിരുന്നു മറ്റു ജനതകളെക്കാൾ, അതുകൊണ്ട് തിരഞ്ഞെടുത്തു. പ്രധാനം പറഞ്ഞപ്പോൾ ഒരു കുട്ടികളോട് ഓറഞ്ച് വെച്ചിരിക്കുക, വലുത് തിരഞ്ഞെടുക്കും അല്ലേ. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. ഗിദയോൻ ഏറ്റവും ചെറുത്, ഗോത്രങ്ങളിൽ ഭയമുള്ളവൻ അല്ലേ. പിന്നെ ദാവീദ്, ആരെ നോക്കി നിങ്ങൾ ബൈബിളിൽ? അതുകൊണ്ടാണ് ബൈബിളിൽ പൗലോസ്ലീഹ പറയുന്നത്, ലോകദേശ നിസ്സാരങ്ങളായതിനെ ദൈവം തിരഞ്ഞെടുക്കുക. അതുകൊണ്ട് കഴിവുള്ളൊരു ദൈവം തിരഞ്ഞെടുക്കുക. ഉറപ്പായിട്ട് വിശുദ്ധ തോമസ് അക്വീനാസ് ഇതൊക്കെ തുടങ്ങി വലിയ ബുദ്ധി രാക്ഷസന്മാരുണ്ട് സഭയിൽ. ഇതൊക്കെ ദൈവത്തിന് എനിവേ ഇപ്പോൾ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഒന്ന് കർത്താവിന് നമ്മളെ അങ്ങോട്ട് സ്നേഹം തോന്നി, ഇഷ്ടം തോന്നി. പിന്നെ നമ്മുടെ കഴിവും പ്രാഗൽഭ്യവും കാര്യമൊന്നും കണ്ടിട്ടല്ല. കർത്താവ് ഒരു ഭാവമാണെന്ന് കർത്താവിന് തോന്നി അല്ലേ. ഇഷ്ടം. കഴിഞ്ഞ ദിവസം വട്ടാരിച്ചൻ പറഞ്ഞവർക്കാണ്, ദയ തോന്നിക്കുന്ന ആരോടാ? കർത്താവ് ഇഷ്ടമാണ് ദയ കാണിക്കുക. പക്ഷേ ആ ദയ തോന്നുന്നൊരു ഭാവം നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ അല്ലേ, ഒരു ഭാവം അല്ലേ. യേശുവേ, ഞാൻ എന്നെക്കുറിച്ച് ഓർക്കും ഇങ്ങനെയാണ്, എൻ്റെ ഈശോയെ. അങ്ങനെയാണ് നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും. ദൈവം നമ്മൾ ഈശോനെ അറിയാൻ, ഒരു ക്രിസ്ത്യാനിയാകാൻ, അല്ലെങ്കിൽ പലതരത്തിൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. കർത്താവ് നമുക്ക് നന്ദി പറയാം. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഈശോയെ ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. അത്ഭുതകരമായ ദൈവകൃപ, അത്ഭുതകരമായ വചനത്തിൻ്റെ അഭിഷേകം ഓരോ ദാസന്മാരെ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുടുംബങ്ങളെ, വ്യക്തികളെ ശല്യമെന്ന ദുഷ്ടാരികളെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു. രോഗപീഠകൾ യേശു നാമത്തിൽ ബന്ധിക്കും വിട്ടുപോട്ടെ. കർത്താവ് വിവാഹം, ജോലി, ഭവനം, ആ മകളുടെ തടസ്സങ്ങൾ കേട്ടുകൾ യേശു ക്രിസ്തുനാമത്തെ അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവ് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെല്ലാം പ്രത്യേകം ആശീർവദിക്കുകയാണ്. ദൈവ കൃപ കൊണ്ട് നിങ്ങൾ നിറയട്ടെ. നിങ്ങൾ ഇന്നത്തെ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ. സന്ധിക്ക് ടോക്ക് കേൾക്കുന്നവർക്ക് ഇന്ന് രാത്രി നിനക്ക് അനുഗ്രഹത്തിൻ്റെ രാത്രിയായി മാറട്ടെ. നിന്റെ യാത്ര പുറപ്പെടാൻ ഒരുങ്ങുന്നവർക്ക് യാത്ര ഒരു ബ്ലെസ്സിംഗ് ആയി മാറട്ടെ. നിന്റെ കൂടെ കർത്താവ് നിന്നെ നയിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.